Hello children, welcome back to our science class. How are you? All are fine? Okay, very good. All are completed your homework, science dictation words and question answers also. All are completed? Okay, very good. In last class, we are discussing about natural things and human-made things, right? What is natural things? Things that are in nature are called natural things. Examples? Yes, trees, mountains, sun, moon, etc. Okay. What is human-made things? Things are made by humans are called human-made things. For example, table, chair, this board, our book, pen, pencil, our dress, our houses, vehicles, etc. Okay. Today we are learn more about living things and non-living things. Okay. And features of living things. Children, we see many different types of things around us, right? Yes, these things are divided into two groups. First one, living things, and other one, non-living things. All are understand? Okay, very good. അപ്പോൾ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? നാച്ചുറൽ തിങ്സ് ആൻഡ് ഹ്യൂമൻ മെയ്ഡ് തിങ്സ് അല്ലേ? മനുഷ്യർ നിർമ്മിക്കുന്ന തിങ്സ്, വസ്തുക്കളെ ഹ്യൂമൻ മെയ്ഡ് തിങ്സ് അല്ലെങ്കിൽ മാൻ മെയ്ഡ് തിങ്സ് എന്ന് പറയും. പ്രകൃതിയിൽ നാച്ചുറൽ ഉള്ള വസ്തുക്കളെ നാച്ചുറൽ തിങ്സ് എന്ന് പറയും അല്ലേ? എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പ്രകൃതിയിൽ ധാരാളം വസ്തുക്കൾ കാണുന്നുണ്ട്. ഒരുപാട് വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അതിൽ ആ വസ്തുക്കളെല്ലാം നമ്മൾ രണ്ട് ടു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് മീൻസ് ജീവനുള്ള വസ്തുക്കൾ. ഓക്കെ. Then second category, non-living things. Non-living things means ജീവനില്ലാത്ത വസ്തുക്കൾ. All of you understand? Living things means ജീവനുള്ള വസ്തുക്കൾ. Non-living things means ജീവനില്ലാത്ത വസ്തുക്കൾ. Okay? First one, living things. ജീവനുള്ള വസ്തുക്കൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ലിവിങ് തിങ്സ്. നാച്ചുറൽ തിങ്സ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, ഓൾ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് അതർ ആനിമൽസ് ആർ ലിവിങ് തിങ്സ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നാച്ചുറൽ തിങ്സ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, all plants and animals, then these are living things, ജീവനുള്ള വസ്തുക്കൾ. നമ്മൾ മനുഷ്യരുൾപ്പെടെ നമ്മുടെ നാച്ചുറലുള്ള, നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ലിവിങ് തിങ്സ്. അതിൽ പ്ലാന്റ്സ് വരും, ട്രീസ് ഉണ്ട്, എല്ലാ ജന്തുക്കളും അല്ലേ?
എല്ലാ ആനിമൽസും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആനിമൽസും ലിവിങ് തിങ് ആണ്. അതിനൊക്കെ ജീവനുണ്ടല്ലോ അല്ലേ? പിന്നെ നമ്മൾ മനുഷ്യർ, നമ്മളെപ്പോലുള്ള മനുഷ്യരും എന്താണ്? ലിവിങ് തിങ് ആണ്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പം ലിവിങ് തിങ്സിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? മനുഷ്യരുണ്ട്, ഓൾ ആനിമൽസ് ആൻഡ് all plants and trees. Do you understand? Okay, very good. Second one, non-living things. Non-living things means ജീവനില്ലാത്ത വസ്തുക്കൾ. Do you understand? Non-living things means ജീവനില്ലാത്ത വസ്തുക്കൾ. Things that do not have life are called non-living things. Once again, things that do not have life are called non-living things. ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? നോൺ ലിവിങ് തിങ്സിൽ. ഫോർ എക്സാമ്പിൾ, all man-made things are non-living thing. All man-made things are non-living things. Do you understand? മനുഷ്യനിർമ്മിതമായിട്ടുള്ള, മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും ഏത് കാറ്റഗറിയിൽ പെടും? യെസ്, നോൺ ലിവിങ് തിങ്സ്. അവർക്ക് ജീവനുണ്ടോ? മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ, ബുക്ക്, ദിസ് ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, അവർ ഹൗസ്, our vehicles, our dress, our ornaments, ഇതിനൊക്കെ ജീവനുണ്ടോ? ഇതൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളാണ് അല്ലേ? അപ്പോൾ all human made things are non-living things. All of you understand? Then natural things like water, mountains, water, mountains, rocks, etc. are non-living things. Man-made things മാത്രമല്ല non-living things ആയിട്ടുള്ളത്. നാച്ചുറൽ തിങ്സ് ആയിട്ടുള്ള വാട്ടറിന് ജീവനുണ്ടോ? നോ. ദെൻ റോക്സ്, മൗണ്ടെയ്ൻസ്, ഇതിനൊക്കെ ജീവനുണ്ടോ? നോ. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എന്തിൽ പെടും? നോൺ ലിവിങ് തിങ്സിൽ പെടും. അപ്പം അതിലൊരു കാര്യം മനസ്സിലായി, നാച്ചുറൽ തിങ്സിൽ ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? മാൻ-മെയ്ഡ് തിങ്സിൽ ഓൺലി നോൺ ലിവിങ് തിങ്സ്. ഓൾ മാൻ-മെയ്ഡ് തിങ്സ് ആർ നോൺ ലിവിങ് തിങ്സ്. മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും നോൺ ലിവിങ് തിങ്സിൽ ഉൾപ്പെടും. എന്നാൽ നാച്ചുറൽ തിങ്സിൽ ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? നാച്ചുറൽ തിങ്സിൽ ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. നാച്ചുറൽ തിങ്സിലുള്ള ലിവിങ് തിങ്സ് ആണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ്, ട്രീസ്, ആനിമൽസ് ഒക്കെ. ഓക്കെ, നാച്ചുറൽ തിങ്സിലുള്ള നോൺ ലിവിങ് തിങ്സ് ആണ് വാട്ടർ, മൗണ്ടെയ്ൻസ്, റോക്സ്, etc. All of you understand? Now we are learned about features of living things and non-living things. Okay, features of living things. Listen here. All of you look at the board. First, living things need food. Living things need food. ലിവിങ് തിങ്സിന് എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ലിവിങ് തിങ്സ് ഗ്രോ. ലിവിങ് തിങ്സ് ഗ്രോ. എല്ലാ ലിവിങ് തിങ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ, ലിവിങ് തിങ്സ് ബ്രീത്ത്. ലിവിങ് തിങ്സ് ബ്രീത്ത്. All living things breathe.
എല്ലാ ലിവിങ് തിങ്സും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ദെൻ നെക്സ്റ്റ് വൺ, ലിവിങ് തിങ്സ് ഫീൽ. ലിവിങ് തിങ്സ് ഫീൽ. എല്ലാ ലിവിങ് തിങ്സിനും ഫീലിങ്സ് ഉണ്ട് അല്ലേ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ദെൻ നെക്സ്റ്റ്, ലിവിങ് തിങ്സ് മൂവ്. ലിവിങ് തിങ്സ് മൂവ്. ലിവിങ് തിങ്സിന് ചലിക്കാൻ കഴിവുണ്ട്, മൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. എല്ലാ ലിവിങ് തിങ്സിനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഈ പോയിന്റ് പഠിപ്പിക്കുമ്പോൾ മിസ് പറഞ്ഞുതരാം. ഓക്കെ. Okay, students, all of you watch and listen to this video very carefully. Okay. Okay. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ടല്ലോ, കണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത്? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ്, ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. ലിവിങ് തിങ്സിന് ഫുഡ് ആവശ്യമാണ് അല്ലേ? നമ്മൾക്കൊക്കെ ഫുഡ് ആവശ്യമല്ലേ? എന്തിനാ ഫുഡ് കഴിക്കുന്നത്? എല്ലാവർക്കും അറിയില്ലേ? വളരാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ടു ഗ്രോ ആൻഡ് ലിവ്. എല്ലാ ലിവിങ് തിങ്സിനും ഫുഡ് ആവശ്യമാണ്. എന്തിനാണ്? വളരാനും ജീവിക്കാനും വേണ്ടിയിട്ട് എല്ലാവർക്കും ഫുഡ് ആവശ്യമാണ്. മോസ്റ്റ് പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ്. മോസ്റ്റ് പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ്. മോസ്റ്റ് പ്ലാന്റ്സും അവർക്ക് ആവശ്യമായ ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. പഠിച്ചിട്ടുണ്ടോ? പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ലീഫിൽ വെച്ചിട്ട് അല്ലേ? അപ്പോൾ ലീഫിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആര്? ഹൂ? യെസ്, പ്ലാന്റ്സ്. ദെൻ ആനിമൽസ് ഗെറ്റ് ദെയർ ഫുഡ് എയ്തർ ഫ്രം അതർ ആനിമൽസ് ഓർ ഫ്രം പ്ലാന്റ്സ്. ആനിമൽസിൻ്റെ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആനിമൽസിന് ഫുഡ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ആനിമൽസ് മറ്റ് ആനിമൽസിനെ പിടിച്ച് കഴിക്കും അല്ലേ? മറ്റ് ആനിമൽസിൽ നിന്ന്. അല്ലെങ്കിൽ ഈ ആനിമൽസിൻ്റെ ഫ്ലഷൊക്കെ കഴിക്കുന്ന ആനിമൽസില്ലേ? ടൈഗർ, ലയൺ അല്ലേ? ഇവരൊക്കെ മറ്റ് ആനിമൽസിനെ പിടിച്ച് ഭക്ഷണമാക്കുന്നവരല്ലേ? എന്നാൽ ഗ്രാസ്, അതായത് പ്ലാന്റ്സും ഗ്രാസും ഒക്കെ ഫുഡാക്കുന്ന ആനിമൽസുമുണ്ട്. ഫോർ എക്സാമ്പിൾ goat, cow, etc. Okay. Then a kingfisher bird eats fish while a cow eats grass. We all eat food. Kingfisher എന്ന് പറയുന്ന ബേർഡില്ലേ, അതിൻ്റെ ഫുഡ് എന്താണ്? ഫിഷാണ് അല്ലേ? ഫിഷിനെ കൊത്തിയാണ് കഴിക്കുന്നത് വെള്ളത്തിൽ നിന്ന്. അതുപോലെ കൗവിൻ്റെ ഫുഡ് ഗ്രാസ് അല്ലേ? ദെൻ വി ആർ ഓൾ ഈറ്റ്സ് ഫുഡ്. അവർ മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾക്കും എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. കാരണം നമ്മളും ലിവിങ് തിങ് ആണല്ലോ. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. All living things need food to grow and live. Most plants have make their own food, and animals get their food either from other animals or from plants. Okay, a kingfisher bird eats fish while a cow eats grass. We all eat food. All of you understand this point? Okay, then
Does your school bag need food? Does your school bag need food? നിങ്ങളുടെ സ്കൂൾ ബാഗിന് ഫുഡ് ആവശ്യമാണോ? നിങ്ങളുടെ സ്കൂൾ ബാഗിന് ഫുഡ് ആവശ്യമാണോ? നിങ്ങളുടെ സ്കൂൾ ബാഗ് നിങ്ങളുടെ അടുത്ത് ഫുഡ് ചോദിക്കാറുണ്ടോ? നോ, നോ, ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ ലിവിങ് തിങ്. യുവർ സ്കൂൾ ബാഗ് is a non-living thing. Non-living things do not need food. Non-living things do not need food. Non-living thingsന് ഫുഡിൻ്റെ ആവശ്യമേ ഇല്ല. അവർക്ക് ജീവനില്ല, അവർക്ക് വളരണ്ട, പിന്നെന്തിനാ ഫുഡ്? ഓക്കെ, all of you understand? Okay. The second feature of living thing. Living things grow. Living things grow. Living things എന്ത് ചെയ്യുന്നു? വളരുന്നു. All living things grow. A chick hatches from an egg and grow into a cock. A little baby grow into a child. The child grow into a adult. Do you understand? All living things grow. All living things grow. എല്ലാ ലിവിങ് തിങ്സും എന്ത് ചെയ്യുന്നു? വളരുന്നുണ്ട് അല്ലേ? എ ചിക്ക് ഹാച്ചസ് ഫ്രം ആൻ എഗ് ആൻഡ് ഗ്രോ ഇൻ ടു എ കോക്ക്. കോഴിക്കുഞ്ഞല്ലേ? മുട്ട വിരിഞ്ഞിട്ട് കോഴിക്കുഞ്ഞ്, ചെറിയ കോഴിക്കുഞ്ഞ് പുറത്തു വരും അല്ലേ? പിന്നീട് ഈ കോഴിക്കുഞ്ഞ് ആരാവും? വലിയ കോഴിയായിട്ട് മാറും, ശരിയല്ലേ? അതുപോലെ എ ലിറ്റിൽ ബേബി ഗ്രോ ഇൻ ടു എ ചൈൽഡ്. ചെറിയ കുഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറില്ലേ? ചെറിയ കുട്ടികളുണ്ടാവാറില്ലേ? കുഞ്ഞു മക്കൾ, പ്രസവിച്ച ചെറിയ കുട്ടികൾ, അവർ കുറച്ചുകൂടെ വളർന്ന് എന്താവും? ചൈൽഡ്, കുട്ടി കുറച്ചുകൂടെ വലിയ കുട്ടിയാവും, ബേബി വലിയ കുട്ടിയാവും. ആ കുട്ടി പിന്നീട് ദ ചൈൽഡ് ഗ്രോസ് ഇൻ ടു ആൻ അഡൽട്ട്. ആ ചൈൽഡ് പിന്നീട് വളർന്നിട്ട് ആരാവും? അഡൽട്ട് അല്ലേ? വലിയ ഒരാളാവും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ദെൻ എ സീഡ് ഗ്രോസ് ഇൻ ടു എ സ്മോൾ പ്ലാന്റ്. അതുപോലെ സീഡ് എന്ത് ചെയ്യും? സീഡ് ഗ്രോസ് ചെയ്തിട്ട് സ്മോൾ പ്ലാന്റ് ഉണ്ടാവും. സീഡില്ലേ, വിത്ത്, നമ്മൾ വിത്തൊക്കെ നടാറില്ലേ? വിത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ നനച്ചൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിന് ചെറിയ മുള വരും അല്ലേ? മുളച്ച് വരും, ചെറിയ മുള പൊട്ടി ചെറിയ ഇലകളൊക്കെ വന്നിട്ട് പിന്നെ അതങ്ങനെ വളർന്ന് ചെറിയൊരു പ്ലാന്റായിട്ട് മാറും. ദിസ് സ്മോൾ പ്ലാന്റ് ഗ്രോ ഇൻ ടു എ ബിഗ് പ്ലാന്റ്. എന്നിട്ട് ഈ ചെറിയ പ്ലാന്റ് വീണ്ടും വളർന്നിട്ട് വലിയ പ്ലാന്റായിട്ട് മാറും, ട്രീ ആയിട്ട് മാറും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ദ സ്മോൾ പ്ലാന്റ് ഗ്രോസ് ഇൻ ടു എ big plant. Non-living things do not grow. Non-living things do not grow. Only living things grow. Non-living things do not grow. All of you understand? Okay. A tadpole grows into a frog. Tadpole grows into a frog. Tadpole, do you understand? Do you see? Tadpole, വാൽമാക്രി അല്ലേ? വാൽമാക്രി ഇല്ലേ? അത് വളർന്നിട്ടാണ് എന്താവുന്നത്? ഫ്രോഗ്, തവളയാവുന്നത് അല്ലേ? വാൽമാക്രീനെ കാണുമ്പോൾ മീനിൻ്റെ ഷേപ്പായിരിക്കും. പിന്നീട് അതിൻ്റെ വാലെല്ലാം മുറിഞ്ഞു പോയിട്ട് അതിന് കയ്യും കാലൊക്കെ വരും. അത് പിന്നെ തവളയുടെ ഷേപ്പായിട്ട് മാറും, തവളയായിട്ട് മാറും, വളരും അല്ലേ? ദെൻ എ കാറ്റർപില്ലർ ഗ്രോസ് ഇൻ ടു എ ബട്ടർഫ്ലൈ. എ കാറ്റർപില്ലർ ഗ്രോസ് ഇൻ ടു എ ബട്ടർഫ്ലൈ. കാറ്റർപില്ലർ പുഴുല്ലേ, അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ആരായിട്ട് മാറും? ബട്ടർഫ്ലൈ, മനോഹരമായ ബട്ടർഫ്ലൈ ആയിട്ട് മാറും. ഓക്കെ, തേർഡ് ഫീച്ചർ ഓഫ് ലിവിങ് തിങ്. Living things breathe. All living things breathe.
എല്ലാ ലിവിങ് തിങ്സും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. They need air to breathe. Plants take in air through tiny opening on the leaves. The non-living things do not breathe. All of you understand? Living things breathe. They need എയർ ടു ബ്രീത്ത്. ലിവിങ് തിങ്സിന് ബ്രീത്ത് ചെയ്യാൻ, ശ്വസിക്കാൻ എന്താണ് ആവശ്യം? എയർ ആവശ്യമാണ് അല്ലേ? പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത് അവരുടെ ലീഫിൻ്റെ സർഫേസിലുള്ള സ്മോൾ ടൈനി ഹോൾസിലൂടെയാണ്. ഓക്കെ. എന്നാൽ നോൺ ലിവിങ് തിങ്സിന് ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നോൺ ലിവിങ് തിങ്സിന് ജീവനില്ല, അതുകൊണ്ട് അവർക്ക് ബ്രീത്തിങ് ആവശ്യമേ അല്ല. ഓക്കെ. നെക്സ്റ്റ് ഫീച്ചർ, ലിവിങ് തിങ്സ് ഫീൽ. ലിവിങ് തിങ്സ് ഫീൽ. ഓൾ ലിവിങ് തിങ്സ് ഫീൽ. എല്ലാ ലിവിങ് തിങ്സിനും ഫീലിങ്സ് ഉണ്ട് അല്ലേ? Your pet dog would probably start wagging its tail when it sees you. നിങ്ങളുടെ വീട്ടിലൊരു പെറ്റ് ഡോഗ് ഉണ്ടെന്ന് കരുതുക. പെറ്റ് ഡോഗ്. ആ പെറ്റ് ഡോഗ്, അതായത് നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടി അല്ലെങ്കിൽ ക്യാറ്റ്, ഇതൊക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സ്നേഹത്തോടെ വാലാട്ടും അല്ലേ? ദെൻ ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഫീൽസ് ഹാപ്പി. എന്തുകൊണ്ടാണ് അവർ സ്നേഹത്തോടെ വാലാട്ടുന്നത്? അവർക്ക് നിങ്ങളെ കണ്ട് സന്തോഷം കൊണ്ട്. അപ്പം ആ ഹാപ്പി ഫീൽ ചെയ്തുകൊണ്ടല്ലേ അവരിങ്ങനെ വാലാട്ടുന്നത്. അപ്പോൾ അവർക്കും ഫീലിങ്സ് ഉണ്ട്. ദെൻ യു ഫീൽ പെയിൻ വെൻ യു ഹർട്ട് യുവർ സെൽഫ് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഹർട്ടായി കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ടെൻഷനായി, നമുക്ക് വല്ലാതെ അത് ഫീൽ ചെയ്യും. ശരിയല്ലേ? ദെൻ ജസ്റ്റ് ആസ് ആനിമൽസ് ഫീൽ, പ്ലാന്റ്സ് ആൾസോ ഫീൽ. ദ ലീവ്സ് ഓഫ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ്, യു നോ, ടച്ച് മീ നോട്ട് പ്ലാന്റ്. തൊട്ടാവാടി ചെടി കണ്ടിട്ടില്ലേ? ടച്ച് മീ നോട്ട് പ്ലാന്റ് ക്ലോസ് വെൻ യു ടച്ച് ദം. ഈ ടച്ച് മീ നോട്ട് പ്ലാന്റിനെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, തൊട്ടാവാടിയുടെ ഇലയല്ലേ, അതിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ ഇല എന്ത് ചെയ്യും? ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഇല ഇങ്ങനെ ക്ലോസ് ആവും. കണ്ടിട്ടുണ്ടല്ലോ? അപ്പോൾ അത് ആ ടച്ച് ചെയ്തത് ഫീൽ ചെയ്തത് കൊണ്ടാണ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ക്ലോസ് ആയത്. അപ്പോൾ ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും മാത്രമല്ല, പ്ലാന്റ്സിനും എന്തുണ്ട്? ഫീലിങ്സ് ഉണ്ട്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? വിൽ എ ടോയ് ആനിമൽ വാഗ് ഇറ്റ്സ് ടെയിൽ വെൻ യു ഹഗ് ഇറ്റ്. നിങ്ങളുടെ ഒരു ടോയ് ആനിമൽ, നിങ്ങളുടെ കയ്യിലൊരു ടോയ് ആനിമൽ ഉണ്ട്, ഒരു പാവക്കുട്ടിയുണ്ട്. ആ പാവക്കുട്ടിയെ നിങ്ങൾ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ പാവക്കുട്ടിക്ക് അതെങ്ങനെയും ഫീൽ ചെയ്യുമോ? പാവക്കുട്ടി ചിരിക്കുമോ? അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ടോയ്. ആ പട്ടിക്കുട്ടി ഇങ്ങനെ വാലാട്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ദ ടോയ്സ് ആർ നോൺ ലിവിങ് തിങ് അല്ലേ? ടോയ്സ് ആർ നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. നോ, ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ ലിവിങ് തിങ്. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഫീൽ. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഫീൽ. നോൺ ലിവിങ് തിങ്സിന് ഒരിക്കലും ഒരു ഫീലിങ്സും അറിയില്ല, ഒരു ഫീലും ഉണ്ടായിരിക്കില്ല. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ലിവിങ് തിങ്സ് മൂവ്. ലിവിങ് തിങ്സ് മൂവ്. ഓൾ ലിവിങ് തിങ്സ് മൂവ്. A crow flies. A dog runs or walks. We too move from one place to another. Plants do not move like animals.
but parts of plants show some kinds of movements. A sunflower turns in the direction of the sun. All of you understand? ലിവിങ് തിങ്സ് മൂവ് ചെയ്യും. എല്ലാ ലിവിങ് തിങ്സിനും മൂവ് ചെയ്യാൻ സാധിക്കും. അത് ഒരു കാക്ക, എനി ബേർഡ്, അവർ മൂവ് ചെയ്യാറില്ലേ? ഫ്ലൈ ചെയ്യും അല്ലേ? ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പാറിപ്പോവും. അതുപോലെ ഡോഗാണെങ്കിലോ ഡോഗിന് ഓടാൻ കഴിയും, നടക്കാനും കഴിയും. ഓടിപ്പോവുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാറുണ്ട്. എന്നാൽ പ്ലാന്റ്സിന് ആനിമൽസിനെ പോലെ മൂവ് ചെയ്യാൻ കഴിയില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? പ്ലാന്റ്സിന് ആനിമൽസിനെ പോലെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പ്ലാന്റ്സ് എന്ത് ചെയ്യും? അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ അവരുടെ ആ പ്ലാന്റ്സിൻ്റെ പാർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സൺഫ്ലവർ. ഈ സൺഫ്ലവർ സണ്ണിൻ്റെ നേരെ ഇങ്ങനെ മൂവ് ചെയ്തു, ആ ഫ്ലവർ സണ്ണിൻ്റെ നേരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് കണ്ടിട്ടില്ലേ? അപ്പോൾ പ്ലാന്റ്സിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ലെങ്കിലും അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്സ് മൂവ് ചെയ്യാൻ സാധിക്കും. ബട്ട് നോൺ ലിവിങ് തിങ്സ് കനോട്ട് മൂവ് ഓൺ ദെയർ ഓൺ. For example, you will have to kick a ball to move it. നോൺ ലിവിങ് തിങ്സിന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നോൺ ലിവിങ് തിങ്സിന് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ നോൺ ലിവിങ് തിങ്സിന് ലിവിങ് തിങ്സ്, നമ്മളെപ്പോലുള്ള ലിവിങ് തിങ്സ് നമ്മുടെ സഹായത്തോടെ അവരെ മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഫുട്ബോൾ എടുത്തിട്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ കാലുകൊണ്ട് തട്ടി. അപ്പോൾ ഈ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഫുട്ബോൾ ഉരുണ്ട് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അല്ലാതെ അവർക്ക് തനിയെ മൂവ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അനദർ എക്സാമ്പിൾ, വെഹിക്കിൾസിനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വെഹിക്കിൾസ് ഓടിയെത്തും. അല്ലാതെ വെഹിക്കിൾസിന് താനെ മൂവ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. ഓൾ ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. You must have seen kittens, puppies and chicks. Animals reproduce by laying eggs or giving birth to young ones. Human beings give birth to young ones. Most plants reproduce seeds from which new plants grow. All living things reproduce. എല്ലാ ലിവിങ് തിങ്സിനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. യു മസ്റ്റ് ഹാവ് സീൻ കിറ്റൻസ്. നിങ്ങൾ കിറ്റൻസിനെ കണ്ടിട്ടില്ലേ? പൂച്ചക്കുട്ടികൾ, അതുപോലെ പപ്പീസ് പട്ടിക്കുട്ടികൾ, ചിക്സ് കോഴിക്കുഞ്ഞുങ്ങൾ, ഇതുപോലുള്ള ആനിമൽസ് കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? ആനിമൽസിൻ്റെ അവരൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ലേയിങ് എഗ്സ് ഓർ ഗിവിങ് ബർത്ത്, മുട്ടയിട്ട് വിരിഞ്ഞിട്ട്. അതായത് കോഴിയൊക്കെ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ കോഴിയില്ലേ? കോഴി മുട്ടയിടാറില്ലേ? ആ മുട്ട അട വെച്ചിട്ട് ആ മുട്ടയുടെ ഉള്ളിൽ നിന്നും കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരും അല്ലേ? അങ്ങനെ മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്ന രീതിയിലും, അതല്ലാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക. പൂച്ചയൊക്കെ പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുക അല്ലേ? നമ്മൾ ഹ്യൂമൻ ബീയിങ്സും അങ്ങനെ തന്നെയാണ്. നമ്മളെ നമ്മുടെ മദേഴ്സ് അല്ലേ എന്ത് ചെയ്തിട്ടില്ല? ഗിവിങ് ബർത്ത്, അവർ പ്രസവിച്ചിട്ടുള്ളതാണ്. അപ്പം മുട്ടയിട്ട് വിരിയുന്ന കുട്ടികളുണ്ട്, പ്രസവിച്ച് ഉള്ള കുട്ടികളുണ്ട് അല്ലേ? രണ്ട് രീതിയിലാണ് റീപ്രൊഡ്യൂസിങ് നടക്കുന്നത്. ഓക്കെ, എന്നാൽ പ്ലാന്റ്സ് ആണെങ്കിലോ
പ്ലാന്റ്സ് സീഡ്സ് മുളച്ച് വരും അല്ലേ? സീഡ്സ് മുളച്ചിട്ട് പ്ലാന്റായി ആ പ്ലാന്റ് വലിയ ട്രീ ആയിട്ട് മാറും. ഓക്കെ. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. എന്നാൽ നോൺ ലിവിങ് തിങ്സ് ജീവനില്ലാത്ത വസ്തുക്കൾ ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. ഓക്കെ. then these features are over. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തേ. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അല്ലേ? തിങ്സിനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഫസ്റ്റ് വൺ ലിവിങ് തിങ്സ്, ദെൻ സെക്കൻഡ് വൺ നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് എക്സാമ്പിൾസ് ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ് ആൻഡ് ഓൾ ആനിമൽസ്. ഓക്കെ. Non-living things example all human-made things and natural things like water, mountains, etc. Okay. Then features of living things. First one, living things need food. Living things need food. Then second one, living things grow. Then third one, living things breathe. Then living things feel. Then living things move and living things reproduce. Okay. എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? All are read this chapter 5 times. Okay. All of you read this chapter 5 times. Then okay. Okay children, we will see our next video. Okay. Okay. Bye.